ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗുലാബ് ജാമുൻ റെസിപ്പിയാണ്. ഗുലാബ് ജാമുൻ കേക്കിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഗുലാബ് ജാമുനാണിത്. ഇനിയിപ്പോൾ കേക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഗുലാബ് ജാമുൻ മാത്രമായിട്ട് ഉണ്ടാക്കി കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്, വളരെയധികം എളുപ്പമാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പേ ചിക്കൂസ് ഡേ ഗിവ് അവേ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ട് ഒരു കടായിലേക്ക് 1/4 കപ്പ് മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടെല്ലാം മിക്സ് ആയതിനു ശേഷം തീ ഓൺ ആക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുക്കാം. അപ്പോൾ അത് ചൂടായി വരുമ്പോഴത്തേക്കും തിക്കായിട്ട് വരും കേട്ടോ. പെട്ടെന്നാവുന്ന ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം അതാ ചൂടായി നല്ല തിളയ്ക്കുന്ന ആ ഒരു സമയം മാത്രമേ വരുള്ളൂ. അപ്പോഴത്തേക്കും തന്നെ അതെല്ലാം നന്നായിട്ട് ഉരുണ്ട് കൂടി വന്നിട്ടുണ്ട്. ഇത് മതി, നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഒരുപാട് സമയം ഒന്ന് വെച്ച് ടൈറ്റ് ആക്കുകയൊന്നും വേണ്ട. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരുണ്ട് കൂടി വന്നാൽ മാത്രം മതി. ഇനി നമുക്ക് ഈ ഒരു കടായിൽ നിന്ന് എടുത്തങ്ങ് മാറ്റി വെക്കാം. ഇതിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പിന്നെയും ടൈറ്റായി വരും. അതിപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കയ്യിലിങ്ങനെ പറ്റുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതൊന്ന് തണുക്കട്ടെ. അപ്പം ഒരുവിധം ഒന്ന് തണുത്തിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു വലിയൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിൻ്റെ സൈഡിലേക്കായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് പൗഡറും മൈദയും എല്ലാം കൂടെ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് ഒരുപോലെ മിക്സായി വരട്ടെ. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് എടുത്ത് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആണ്. അത് നന്നായിട്ടൊന്ന് കയ്യിലൊക്കെ കുറേശ്ശൊക്കെ ഒട്ടുന്ന പോലെയൊക്കെ ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല. നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇത് നമ്മൾ ചെറിയ ചെറിയ പോർഷൻസ് ആക്കി എടുത്ത് വെക്കുകയാണ്. അത് ഓരോന്നും ഓരോ ഉരുളയാക്കി ഉരുട്ടി അങ്ങ് വേറൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ചെറിയ ഉരുളയാണ് കേട്ടോ. 21 ഉരുളകൾ ഉരുട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. ഡ്രൈ ആയിട്ടിരിക്കേണ്ട. നമുക്ക് ഒരു നനഞ്ഞ തുണി അതിന് മുകളിലിട്ട് അങ്ങ് മൂടി വെക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അധികം അങ്ങോട്ട് എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. പുറം ഭാഗം അങ്ങ് കരിഞ്ഞു പോകും, ഉള്ളു വേവാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് ചൂടായി കഴിയുമ്പം തീ വളരെ ലോയിലിട്ടിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമുക്കിത് പതുക്കെ ഇട്ട് കൊടുക്കാം. ചൂട് കൂടിയ പുകഞ്ഞിരിക്കുന്നതിനകത്തോട്ടൊന്നും ഇടരുത്. പിന്നെ ഇത് ഇട്ട ഉടനെ ഒന്നും ഇളക്കരുത്. അത് കുറച്ചൊന്ന് ആ ഒരു സൈഡൊന്ന് ആയി കഴിയുമ്പോൾ മാത്രം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും. ഇടയ്ക്കൊന്ന് സൈഡൊന്ന് ആകുമ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് തട്ടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് അതൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഒരുപാട് ഡാർക്ക് കളറൊന്നും ആവണ്ട. എന്നാൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് എടുക്കാം. ഇനി ബാക്കി മുഴുവനായിട്ടങ്ങ് ഇട്ടിട്ടുണ്ട്. അതൊന്നാവട്ടെ. സാധാരണ എപ്പോഴും പറയും എണ്ണയിൽ നിന്ന് ഡയറക്റ്റ് കോരി ഷുഗർ സിറപ്പിലിടണമെന്ന്. ഞാൻ അങ്ങനെയല്ല ചെയ്യാറ്. അങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രശ്നം, എണ്ണയുടെ ആ ഒരു ടേസ്റ്റ് നമ്മളിത് കഴിക്കുമ്പോൾ ആ സിറപ്പിനും ആ ഒരു ഗുലാബ് ജാമുനൊക്കെ ഒരു ഫ്ലേവർ ഇങ്ങനെ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കൊച്ചു ട്രിക്കാണ്. ഇതവിടെ ഇരിക്കും. നന്നായിട്ട് എണ്ണ വറന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ സിറപ്പിലേക്ക് ഇടുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സെറ്റ് ഗുലാബ് ജാമുനും റെഡി ആയിട്ടുണ്ട്. ഇതും കൂടി അങ്ങ് എടുക്കുകയാണേ. അത് ഞാനൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിലിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എണ്ണ വാർന്നു പോകാനായിട്ട് ഇതിൽ തന്നെ വെച്ചിരുന്നാലും മതി. അപ്പം ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ടിട്ടുണ്ട്. ശരിക്കും കാണുമ്പോൾ നമുക്ക് എണ്ണയൊന്നും ഒട്ടും ഇല്ലയെന്ന് തോന്നും പുറമെ നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും. പക്ഷെ നമ്മളൊരു ടിഷ്യൂ പേപ്പറിൽ ഇട്ട് നോക്കും. അപ്പോൾ ശരിക്കും മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ നിന്ന് എത്രയാ എണ്ണ വരുന്നത് എന്നുള്ളത്. അത്രയും എണ്ണ ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ഒരു ടിഷ്യൂ പേപ്പറിലും കൂടെ നിന്നിട്ട് ആ എണ്ണ കംപ്ലീറ്റ് അങ്ങ് മാറ്റിയിട്ടാണ് ഷുഗർ സിറപ്പിലിടാൻ പോകുന്നത്. ഇപ്പം നമ്മൾ നെയ്യിലൊക്കെയാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ഈ വലിയൊരു പ്രശ്നം വരില്ല. പക്ഷെ ഓയിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. 1 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. 1 നുള്ള് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. നമുക്കിതൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിൽ വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് റോസ് വാട്ടർ ഒഴിക്കാം, അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ഇടാം. ഞങ്ങൾക്ക് ഇതൊന്നും ചേർക്കാത്തതാണ് ഇഷ്ടം. ആ മിൽക്ക് പൗഡറിൻ്റെയും ആ ഒരു സിറപ്പും കൂടെ വരുമ്പോഴത്തേക്കും നല്ലൊരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് ഒന്നും ചേർക്കുന്നില്ല.
അപ്പം തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഒന്ന് നല്ലോണം വെട്ടി തിളപ്പിച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമ്മളിത് എടുത്ത് നോക്കുന്ന സമയത്ത് കൈൻ്റെ സ്പൂണിൻ്റെ ബാക്കിൽ നിന്ന് ഇച്ചിരി ഒന്ന് എടുത്ത് കയ്യിലാക്കുമ്പോൾ ഒരു വഴുക്കൽ പോലെ ഉണ്ടാവും. അത് മതി. ഇങ്ങനെ വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവരുത് കേട്ടോ, അപ്പോഴത്തേക്കും കട്ടിയായി പോകും. അപ്പോൾ ഈ ഒരു പരുവം മതി. ഇത് നമ്മൾ തണുക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ലൂസാവുകയും ചെയ്യും. ഇത് നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കാം. കണ്ട ഇപ്പോഴും രണ്ടാമത്തെ ടിഷ്യൂ പേപ്പറിലും നന്നായിട്ട് എണ്ണ വന്നിട്ടുണ്ട്. അപ്പോൾ തിളയ്ക്കുന്നുണ്ട്. ഒരു 1-2 മിനിറ്റ് ഒന്ന് വെച്ച് തിളപ്പിച്ചതിന് ശേഷം നമുക്കത് അടച്ചു വെച്ച് കൊടുക്കാം. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഒരുപാട് സോഫ്റ്റ് ആണെങ്കിൽ പൊട്ടിപ്പോവാതെ അതും ശ്രദ്ധിക്കണേ. തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും അതിങ്ങനെ പൊട്ടി വരുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതങ്ങ് ഓഫാക്കി കൊടുത്താൽ മതി. നമുക്കിപ്പോൾ 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഓഫാക്കി കൊടുക്കാം. അതവിടെ ഇരിക്കട്ടെ. അതവിടെ ഇരുന്ന് നന്നായിട്ട് ആ സിറപ്പ് ഉള്ളിലേക്ക് കയറി നന്നായിട്ട് സോക്കായിട്ട് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു മിനിമം 2 മണിക്കൂറൊക്കെ വേണ്ടി വരും. ഞാൻ സാധാരണ ചെയ്യാറ് തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെക്കും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് എല്ലാം നല്ല പിടിച്ച് നല്ല ജ്യൂസി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പം ഇന്ന് പിറ്റേ ദിവസം ആയിട്ടുണ്ട്. നമുക്കിന്ന് ഗുലാബ് ജാമുൻ കേക്ക് ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ എന്ന് എങ്ങനെ ഇരിക്കുന്നത് നോക്കാം. ഞാനൊരു ബൗളിലേക്ക് എടുക്കുകയാണേ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല കളറാണ്. ആ സിറപ്പും അങ്ങ് ഒഴിക്കാം. ഈ സിറപ്പ് ഇത്ര തിക്നെസ് ആയിട്ടേ ഉള്ളൂ. ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണുള്ളത്. ഞാൻ കഴിക്കട്ടെ. നല്ല സോഫ്റ്റാണ്, നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ലൊരു മിൽക്ക് പൗഡറിൻ്റെ ഒരു ഫ്ലേവർ വന്നിട്ടുണ്ട്. പലരും ഏലക്കാപ്പൊടി ഇടാറുണ്ട്, റോസ് വാട്ടർ ഒഴിക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഫ്ലേവറാണ് ഇഷ്ടം. ആ ഒരു മിൽക്ക് പൗഡറിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റാണ്. അതിൽ സിറപ്പും കൂടെ വരുമ്പോഴത്തേക്കും അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമായിരിക്കും. എന്തായാലും ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇത് മാത്രമായിട്ട് വരുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ഗുലാബ് ജാമുൻ്റെ ആ ഒരു ഫ്ലേവർ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഗുലാബ് ജാമുൻ കേക്ക് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗുലാബ് ജാമുൻ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഗുലാബ് ജാമുൻ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.